നിങ്ങൾ കാര്യം അറിഞ്ഞായിരുന്നാ? എന്തിനാ നിങ്ങൾ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. മുട്ട കോമഡി കിടന്ന്. എന്ത് കോമഡി? നീ കാര്യം പറയണ. നമ്മൾ രാജേഷ് മരിച്ചില്ലേ? ഓ, അന്ന് നിങ്ങളെ ആളിയായി ഫാസി അവിടെ വന്നിരുന്ന്. ആ ഞാനന്ന് ഡ്യൂട്ടിയിലായിരുന്നടാ. അതാണ് നീ എന്നെ കാണാത്തവിടെ. അത് തന്നെ നിങ്ങൾ അന്നവിടെ കാണാത്തത്. അന്ന് വാക്കിയിടാനായിട്ടേ രാജേഷിന്റെ പെണ്ണ് നെറ്റിയിൽ ഉമ്മ കൊടുക്കാനായിട്ട് കുനിഞ്ഞപ്പം അതുകൊണ്ട് പറഞ്ഞു ബാക്കി നിങ്ങളിനെ ചോദിക്കും. പറഞ്ഞിട്ട് പോടാ. നില്ല 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 ഇനി വാ, ഓടരുത്. ഓടല് നില്ല പാസി. എന്തര് ഇനി വാടാ. ഓടരുത് പാസി, ഓടരുത്. ഇനി വാ. വാടാ പിന്നെ വന്നില്ല നിന്നെ അടിക്കും. പട്ടി വരും. ഇല്ല നിന്നെ അടിക്കായി. പാസി ഇത് എന്തൊരു കഷ്ടം. എന്തിനാണ് കുഴപ്പം? നീ കാര്യം പറ. ഇങ്ങോട്ട് വാ, ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അങ്ങോട്ട് വന്നാൽ നീ എന്നെ അടിക്കും. അറിയാലോ. അടിക്കും, എനിക്കത് നന്നായിട്ട് അറിയാം. നീ അവിടെ പറഞ്ഞാൽ മതി. എടാ നീ ഇങ്ങനെ വാ, നിന്നെ അടിക്കും. നീ വാ. നീ ഒരു കാര്യം ചെയ്യ്, പകുതി വരെ വാ. പകുതി വരെ വാ. ഇവിടെ നിന്ന് പകുതി ഞാൻ ദൂരം വരാം. പിന്നെ അവൻ വിളിക്കുന്നിടത്ത് ഞാൻ ചെല്ലണം. എടാ നിനക്ക് നാണം കൊണ്ടാടാനൊക്കെ കണ്ണു കൊണ്ടുവരുന്ന കടി വാങ്ങിക്കേ. എന്ത് സത്യാവസ്ഥ? നീ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കി അടി മാറ്റി എന്റെ പൊന്ന് ഫാസി, നിന്നെ കൊണ്ട് ഒരു രക്ഷയില്ല. എനിക്ക് അടിയിട്ട പ്രധാന കാരണമേ നിന്റെ പെങ്ങളെന്ന് പറഞ്ഞ ഒരു നാറി, ഒരു താടക എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അവളാണ് എനിക്ക് ഇങ്ങനെ അടി വാങ്ങിച്ചു തരുന്നത് മുഴുവൻ. എടാ അവളെന്ത് ചെയ്തടാ? നിനക്കറിയാമോ? ഇല്ല. അന്ന് ആ തെക്കടുത്ത് രാജേഷിന്റെ വീട്ടിൽ കിടന്ന പ്രശ്നം, അവളെ എന്റെ മൊബൈലിൽ കിടന്ന റിംഗ് ടോൺ അങ്ങ് മാറ്റിക്കണം. റിംഗ് ടോണും അടിയും തമ്മിൽ എന്താണ് ബന്ധം? അതുണ്ടടേ, അത് ഞാൻ പറഞ്ഞു തരാം. ആ രാജേഷ് മരിച്ചില്ലേ, അന്ന് കാലത്ത് ഞാൻ അവന്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് ഞാൻ കുറച്ചു നേരമൊക്കെ അവിടെ ചെന്ന് കറങ്ങിയൊക്കെ നിന്നിട്ട് തിരിച്ച് ഞാൻ എന്റെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയ സമയത്ത് തന്നെയാണ് എവിടെ ഈ ചേട്ടത്തരം കാണിച്ചത്. നിന്റെ പെങ്ങള്. ഞാൻ അതിന്റെ റൂട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് രണ്ടാമത് ഞാൻ ചെന്നപ്പോൾ അത് വായ്ക്കരി എല്ലാം ഇടാനുള്ള സെറ്റപ്പ് എല്ലാം നടക്കുകയാണ്. എന്റെ പെണ്ണും പിള്ള വായിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കൽ, ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തുമ്പപ്പൂവൊക്കെ ഇങ്ങനെ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എവളിങ്ങനെ ഉമ്മ വയ്ക്കാനായിട്ട് ഇങ്ങനെ പോയതും യാതാ ഒരു കാലമാണ് എന്റെ മൊബൈലിലൊരു വിളി വിളിച്ചു പോ. അത് കേട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്തൊക്കെ നടന്നെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. നിനക്കറിയാലോ രാജേഷും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങള്. നമ്മൾ എവിടെ വെച്ച് കണ്ടാലും അടിപൊളി. അത് പണ്ട്. അതിന് ശേഷം ഉടക്കായി നിന്റെ പെങ്ങളെ വിളിച്ചിട്ട് പോയത് തന്നെ ഈ പ്രശ്നമായത്. അങ്ങനെ പിന്നെ ഇതാകെ പ്രശ്നമായി. ആൾക്കാരൊക്കെ ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന്റെ വീട്ടിൽ ചെന്നിട്ട് മരിച്ചു കടന്നിട്ടും അവനെ ഞാൻ ചെന്ന് കളിയാക്കിയത്. അതല്ലേ. അപ്പൊ നിന്റെ പെങ്ങള് താടകയാണ്, എന്റെ ഭാര്യയാണ്. അവന്റെ ഒരു പെങ്ങള്. നീ ആ മൊബൈൽ ആ പാട്ട് അത് കേൾക്കാൻ അറിയാലോ എന്താണ് ഇതിനകത്തുള്ള സംഭവം. സുന്ദരനായൊരു രാജേഷ്, സുമുഖനായൊരു രാജേഷ്, കൊച്ചു കള്ളച്ചെറുക്ക നിന്റെ കൂടെ ഞാനും പോരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനെ പഞ്ചഭാവി മരിച്ചവന്റെ പേരിലുള്ള പാട്ട് പാടിയ പിന്നെ യവനെ അടിക്കാതിരിക്കോ? മരിച്ചവന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ യവൻ അവനും കൂടെ എടുത്തിട്ട് അറിഞ്ഞാണ്. എന്റെ പെങ്ങളോടുത്ത പണിയായി.